ഈ ടോക്സിക്കായി പെരുമാറുന്നു എന്നുള്ളൊരു ആക്ഷേപം മീര ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എഴുത്തുകാർ മീര ഈ ടോക്സിക്കായി പെരുമാറുന്ന ആൾക്ക് കഷായം കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു, അത് എന്ത് കഷായമാണെന്നുള്ളത് അവർ പിന്നെ അതിൻ്റെ അകത്ത് അതിനെക്കുറിച്ച് എന്താണ്? പച്ചക്കള്ളം പറയുന്നതിനെ മീര മാഡത്തിന് വലിയ എഴുത്തുകാരിയാണ്, സംശയമൊന്നുമില്ല. ഭാഷയിലും എഴുത്തിലും ഒക്കെ ഒരുപാട് ഗരിമയും മഹത്വം ഉള്ളവരാണ്. പറയുന്ന കള്ളങ്ങൾക്ക് മിനിമം മാന്യത വേണ്ടേ? അവരെന്നാ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയായില്ലെന്ന് പറയാം. അത് ആയുർവേദ കഷായം കൊടുത്ത് ഷാരോനെ രക്ഷിക്കുകയാണെന്ന് പറയാൻ വല്ലാത്തൊരു ലജ്ജയില്ലായ്മ വേണ്ടേ? മാഡം ആയതുകൊണ്ടാണ്, വളരെ സീനിയറായ ഒരു വ്യക്തിയോടാണ് ഉളുപ്പെന്ന വാക്ക് ഞാൻ ചേർത്ത് ഉപയോഗിക്കാത്തത്. ഒരു മിനിമം ലജ്ജ വേണ്ടേ? ഒരു മിനിമം മര്യാദ വേണ്ടേ? നാട്ടുകാരെല്ലാം മണ്ടന്മാരാണോ? ഇപ്പം മീര മാഡത്തെ തന്നെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗമല്ലേ, അവരുടെ എഴുത്തും അവരുടെ പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്ന ഒരുപാട് പേരില്ലേ? അടുത്ത ദിവസം യാതൊരു മടിയില്ലാതെ പറയുകയാണ്, എന്തോ ഒരു പേരും ആയുർവേദത്തിലെ ആ കഷായം കൊടുത്ത് ഷാരനെ രക്ഷിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കള്ളം പറയുന്നതിന് ഒരു മിനിമം മര്യാദ കാണിക്കണ്ടേ? ദ്രാക്ഷാദി കഷായം. ദ്രാക്ഷാദി കഷായം. എന്തായാലും മാഡം ബാക്കി എല്ലാവരും മണ്ടന്മാരാണെന്നാണോ മാഡം വിചാരിക്കുന്നത്? അപ്പോൾ അല്ലെങ്കിൽ സ്വയം പൊട്ടം കളിക്കുകയാണോ? സ്വയം കണ്ണട ചിരിട്ടാക്കുകയാണോ? അവരോടുള്ള ബഹുമാനം അപ്പോഴാണ് എനിക്ക് ശരിക്കും കുറഞ്ഞത്. അതുവരെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഒരു പഞ്ച് ഡയലോഗിന് വേണ്ടി പറഞ്ഞതായിരിക്കും, യൂട്യൂബിൻ്റെ ഭാഷയെ പറഞ്ഞ ഒരു ഹുക്ക് ഇടാൻ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്ര മര്യാദ ഇല്ലാതെ കള്ളം പറയുന്നതിന്, അത് എല്ലാവരും കേട്ട കാര്യം, അത് നേരെ തിരിച്ച് അവനെ രക്ഷിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അവർ പറഞ്ഞത് എന്താ? പാവപ്പെട്ട ഷാരോൺ, ആ ഷാരോനെ കുറിച്ച് കോടതി വിധി, ബഷീർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ജഡ്ജിയുടെ കോടതി വിധി എന്നാണ് പറയുന്നത്, എൻ്റെ കയ്യിൽ നിന്നിട്ടല്ല. അവൻ അവസാന നിമിഷം വരെ അവളെ തള്ളിപ്പറഞ്ഞില്ല. മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന് അവൻ കരുതിയില്ല. 11 ദിവസം വെള്ളം കിട്ടാതെ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു മരിച്ച ഷാരോണ് കഷായം കലക്കി കൊടുക്കേണ്ടി വരുമെന്നും ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെയാണ് അത് ചെയ്തതെന്നും അവൾ റാങ്കുകാരിയാണെന്നും ഒക്കെ പറയാനും കമാൽ പാഷ സാർ, എനിക്ക് ഭയങ്കര ഇഷ്ടവും ആദരവുള്ള വ്യക്തിയാണ്. കമാൽ പാഷ സാറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ചെരുപ്പെടുത്ത് നടക്കാനുള്ള യോഗ്യത നിയമപരമായി എനിക്കില്ല. അദ്ദേഹം അത്രയും വലിയ ലീഗൽ ലൂമിനറിയാണ്. പക്ഷേ കമാൽ പാഷ സാർ പറയാണ് അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. എന്ത് അന്തസ്സാണ്? വിഷം കലക്കി കൊടുത്തതിന് എന്ത് അന്തസ്സാണുള്ളത്? ഞാൻ തിരിച്ചു പോയിക്കട്ടെ, അങ്ങോട്ട് നേരെ തിരിച്ച് ഈ ഷാരൻ ഗ്രീഷ്മയെ കൊന്നു എന്നിരിക്കട്ടെ. ഷാരൻ വിഷം കൊടുത്ത് ഗ്രീഷ്മയെ കൊന്നു. ഗ്രീഷ്മ അവസാന നിമിഷം വരെ താൻ പ്രണയിച്ചിരുന്ന ഷാരൻ്റെ പേര് പറയാൻ തയ്യാറായില്ല. 11 ദിവസം വെള്ളം കിട്ടാതെയാണ് ഗ്രീഷ്മ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു മരിച്ചത്. എന്നിട്ട് ഞാൻ വന്ന് പറയാണ്, ഷാരൻ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്. ഷാരന് നല്ല മാർക്കൊക്കെ ഉണ്ട് കേട്ടോ, നല്ല പഠിക്കുന്ന പയ്യനാണ്. ഗത്യന്തരമില്ലാതെ അവൾ തലേ തൂങ്ങുന്ന കാണുമ്പോൾ അവൻ അവസാനം ചെയ്തു പോയതാണ്. പിന്നെ ഗ്രീഷ്മ അന്ന് പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ. അതായത് ഷാരനെ കുറിച്ച് ഞാൻ പറഞ്ഞതല്ല, കമാൽ പാഷ സാർ പറഞ്ഞതാണ്, സെക്സിന് വേണ്ടി പോയി ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഗ്രീഷ്മ അന്ന് പോയത് അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണല്ലോ. അവസാനം ഗത്യന്തരമില്ലാതെ ഷാരൻ അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ എന്ന് ഞാൻ പറഞ്ഞു എന്നിരിക്കട്ടെ. എന്നെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ? ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ പറഞ്ഞാൽ 100% എന്നെ അറസ്റ്റ് ചെയ്യണം. എനിക്ക് ഒരു മാന്യതയും മര്യാദയും നിങ്ങൾ തരുന്നത്. അങ്ങനെ പറയുന്നവൻ ആഭാസനും വൃത്തികെട്ടവനുമാണ്. തിരിച്ച് ഇവരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല. ഈ പറയുന്നത് തെറ്റാന്ന് പറയാനൊരു മര്യാദ കാണിക്കട്ടെ. ഷാരൻ യുവജനമല്ലേ? ഈ യുവജന കമ്മീഷൻ എന്താ പ്രതികരിക്കാത്തത്? ഷാജർ മിടുക്കനാണ്, ഷാജർ പ്രഗത്ഭനാണ്. ഷാജർ ആത്മഹത്യയുടെ റിപ്പോർട്ടൊക്കെ കൊണ്ടുപോകുന്നത് വളരെ അഭിനന്ദനാർഹമാണ്. യുവജന കമ്മീഷന്റെ ഷാജർ 23-24 വയസ്സുള്ള ഷാരനെ അങ്ങനെ പറഞ്ഞത് കമാൽ പാഷ സാർ പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ മീര മാഡം പറഞ്ഞത് ശരിയായില്ല എന്ന് ഷാജർ പറയുന്നത് കേട്ടോ. വനിതാ കമ്മീഷന്റെ സതീദേവി മാഡം, ഇവർ രണ്ടും, സതീദേവി മാഡവും ഷാജറും എന്നെ അറസ്റ്റ് ചെയ്യണമെന്നും DGPക്ക് പരാതിയൊക്കെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. കമാൽ പാഷ സാറോ അല്ലെങ്കിൽ മീര മാഡമോ പറഞ്ഞത് ശരിയല്ല കേട്ടോ, അത് പിൻവലിക്കണമെന്നോ ഖേദപ്രകടനം നടത്തണമെന്നോ പോട്ടെ, അതൊന്നും വേണ്ട. ശരിയല്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് നാക്ക് പൊങ്ങാത്തത്? അതിന്റെ കാരണം എന്താ അറിയാമോ? പുരുഷന്മാരെ എന്ത് പറഞ്ഞാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. പുരുഷവിരോധമാണ് പുരോഗമനം. പുരുഷൻ 2 അടി കിട്ടിയാൽ അതാണ് സന്തോഷം. ഞാൻ പല വേദികളിലായി ചോദിച്ചൊരു കാര്യമാണ്. നിവിൻ പോളിയുടെ കേസം കണ്ടു കാണും. നിവിൻ പോളി ഡിസംബർ 14-15 റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ പെൺകുട്ടി അവസാനം നിവിന്റെ ഭാഗ്യത്തിന് കൊച്ചിയിലായിരുന്നു. എന്നിട്ട് കൊച്ചിയിലായിരുന്ന നിവിനോട് നീ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞല്ലോ എന്ന് ആ പെൺകുട്ടിയോട് മീഡിയക്കാർ, താങ്കളും നിങ്ങളും അടക്കമുള്ള മീഡിയക്കാർ ചോദിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞെന്താ അറിയാവോ? ഞാൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. പറയുന്ന മിനിമം ഉളുപ്പും മര്യാദയും വേണ്ടേ? മിനിമം മര്യാദ വെച്ചല്ലേ കാര്യങ്ങൾ പറയൂ. എന്നിട്ട് എൻ്റെ ചോദ്യം അതല്ല, ആ പെൺകുട്ടിക്കെതിരെ ഒരു FIR ഇട്ടോ? ആ പെൺകുട്ടിക്കെതിരെ ഏതെങ്കിലും പരാതി ഇട്ടോ? ആ പെൺകുട്ടി വ്യാജമാണ് പറഞ്ഞതെന്നും പോലീസിനെയും മീഡിയക്കാരെയും പറ്റിച്ചതാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്താ ആ പെൺകുട്ടിക്കെതിരെ ഒരു ആക്ഷൻ ഉണ്ടാകാത്തത്? കാരണം എന്തിനു? ഉമ്മൻചാണ്ടി സാറിനെ പറ്റിച്ചതാണ് സരിത. ലോകത്ത് എല്ലാവർക്കും അറിയാറുന്നില്ലേ? സരിത വർഷങ്ങളോളം ആ പേര് പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയില്ലേ? എൽദോസ് കുന്നപ്പള്ളിയെ ഇപ്പൊ വേട്ടയാടുന്നില്ലേ? എത്ര വ്യാജ പരാതികൾ വരുന്നു? ഇവർക്കെതിരെ ഒരു ആക്ഷൻ ഉണ്ടോ? അതുകൊണ്ടാണ് ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ, അതുകൊണ്ടാണ് അങ്ങേക്ക് ഇവിടെ കാണിക്കാനും പറ്റും, പക്ഷെ അധികം മീഡിയയിൽ വന്നിട്ടുമില്ല. ഞാൻ മെനക്കെട്ട് പോയി ഫെബ്രുവരി 4
ഞാൻ എന്തുകൊണ്ടാണ് എറണാകുളത്താണ് ഞാൻ പരാതി കൊടുക്കുന്നത്, മനഃപൂർവ്വം പരാതി കൊടുക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ അപ്പുറത്തെ ശ്രീകാര്യം ഈ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്താണ് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ. ഞാൻ മനഃപൂർവ്വം ഹണി റോസും KR മീരയും ഉള്ള അവിടെ എനിക്കെതിരെ പരാതി കൊടുത്ത് അതേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നത്. കാര്യം ഓരോ തവണ എൻ്റെ പരാതി എടുക്കുമ്പോൾ അവർക്കൊരു കുത്തൽ തോന്നണം, അവനൊരു പരാതി വന്നിട്ടുണ്ടോ, നമ്മൾ അതിനെ അക്നോളജ് പോലും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഫെബ്രുവരി 4 കൊടുത്ത പരാതി ഫെബ്രുവരി 6 വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും കൊടുത്തു. ഈ കഴിഞ്ഞ ഫെബ്രുവരി 14 പോലീസുകാരോട് പറഞ്ഞു എനിക്കതിൻ്റെ റിസീവ്ഡ് വേണമെന്ന്. അങ്ങനെ കാര്യം നാളെ കോടതി പോകണമെങ്കിൽ എനിക്കത് വേണ്ടിയിട്ടാണ്. കോടതിയിൽ പോലീസ് റിസീവ്ഡ് ആൻഡ് സൈൻഡ് എന്ന് പറഞ്ഞ് സീലടിച്ച് തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് മീരാ മാഡത്തെ അങ്ങ് ജയിലിടാനൊന്നും ആഗ്രഹിച്ചല്ല. നാളെ പുരുഷനെതിരെ പറയുമ്പോഴും ഒരു പ്രതിരോധം വേണം. പക്ഷെ അവരൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്, അത് ഞാൻ ഉദ്ദേശിച്ചത് വേറെ അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിലൊരു ഉത്തരം പറയാതിരിക്കുന്ന ആളല്ല. നമ്മളെന്താ പൊട്ടന്മാരാണോ? അല്ല, ഇത് പറയുന്നതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് മര്യാദയും വേണ്ടി, മിനിമം മര്യാദ എന്നൊരു കാര്യമില്ലേ? അവർ ദ്രാക്ഷാദി കഷായം, ബ്രഹ്മി കഷായം, എന്തോ ഒരു അതേപോലത്തെ ഒരു എന്താ അങ്ങനെ ഒരു കാര്യം കൂടെ, രാഹുൽ ഈശ്വറാണ് നാളെ ഇത് പറഞ്ഞിരുന്നെങ്കിലോ? ഇതുപോലെ ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നെങ്കിലോ? എനിക്ക് പുരുഷനായതുകൊണ്ട് ഞാൻ പറയാൻ പാടില്ല, ഒരു പുരുഷനോ മനുഷ്യനോ സ്ത്രീയോ ഇത് പറയാൻ പാടില്ല. പക്ഷേ കേരളീയ പൊതുസമൂഹത്തെ പൊട്ടന്മാരാണെന്ന് കരുതുന്ന മീരാ മാഡത്തെ പോലുള്ളവരാണ് പ്രശ്നം. അവരെന്താ ഇത് പറഞ്ഞെന്നറിയാമോ? നാളെ പോലീസുകാർ ചോദിക്കുകയാണെങ്കിൽ അയ്യോ അങ്ങനല്ല സാർ, ഞാൻ ജസ്റ്റിഫിക്കേഷൻ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയാൻ വേണ്ടിയാണ്. കേസ് ഭയന്ന് തന്നെയാണ് മാറിയത്. പക്ഷേ ഈ മര്യാദകേടാണ് നമുക്ക് അവസാനിപ്പിക്കേണ്ടത്.